എല്ലാവർക്കും നമസ്കാരം. ദർശനയിലെ അവർ ലേഡി ഓഫ് സോറോസ് ഗ്രൂപ്പിന്റെ 5ാം വാർഷികം ആഘോഷിക്കുന്ന ഈ വേളയിൽ നമ്മൾ ഗ്രേസി ചേച്ചിയുടെ 60ാം ജന്മദിനം ആഘോഷിക്കുകയാണ്. നമുക്ക് ഗ്രേസി ചേച്ചിയെ ഒന്ന് പരിചയപ്പെട്ടാലോ? ഗ്രേസി ചേച്ചിയുമായി നമുക്ക് കുറച്ചു നേരം സംസാരിക്കാം. ദർശന ക്ലബിന്റെ യൂട്യൂബ് ചാനലിലേക്ക് ഗ്രേസി ചേച്ചിയെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യും. ഗ്രേസി ചേച്ചിയുടെ കുടുംബത്തിലെ ഗ്രേസി ചേച്ചിയെയും ഗ്രേസി ചേച്ചിയുടെ വീട്ടിലുള്ള എല്ലാവരെയും നമുക്കൊന്ന് പരിചയപ്പെടാം. നമ്മുടെ പ്രേക്ഷകർക്കും അത് കേൾക്കണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. അപ്പോൾ ഒന്ന് പരിചയപ്പെടുത്താമോ? പരിചയപ്പെടുത്താം. അതെ, ഞാൻ ജനിച്ചത് 1965-ലാണ്. എന്നെ കല്യാണം കഴിഞ്ഞത് 1990-ലാണ്. എന്നെ നാമാവിലേക്കാണ് കല്യാണം കഴിച്ചത്. എനിക്ക് 2 മക്കളാണ്, 2 പെൺമക്കളാണ് ഉള്ളത്. ഒരു മോള്, മൂത്ത മകള് കന്യാസ്ത്രീയായി. 2ാമത്തെ മകള് കല്യാണം കഴിച്ചു കൊടുത്ത് 10 വർഷമായി. ഭർത്താവിന് ദീപികയിലാണ് ജോലി. ഇതാണ് ഞങ്ങളുടെ കുടുംബം. ചേച്ചി 60 വർഷം പിന്നിട്ടപ്പോൾ തലമുറകളിൽ എന്തൊക്കെ മാറ്റം വന്നു ചേച്ചിക്കൊന്ന് പറയാൻ പറ്റുമോ? ഇപ്പോഴത്തെ കാലത്ത് ഫോണിലൂടെയാണ് സംസാരവും സ്നേഹവും എല്ലാ കാര്യങ്ങളും അതിലൊതുങ്ങി നിൽക്കുന്നു. പഴയ കാലത്ത് അങ്ങനെയില്ല. എല്ലാവരോടും ഒന്നിച്ച് സ്നേഹിക്കാനും എല്ലായിടത്തും പോകാനും വളരെ സന്തോഷമായിരുന്നു. ചേച്ചിക്ക് ഭിന്നശേഷിക്കാർക്ക് വേണ്ടി പ്രവർത്തിക്കാനുള്ള പ്രോത്സാഹനവും ധൈര്യവും പ്രേരണയും ഒക്കെ ആരിൽ നിന്നാണ് ലഭിച്ചത്? എനിക്ക് ദർശന ക്ലബിൽ വന്നതിന് ശേഷമാണ് എനിക്ക് ഭിന്നശേഷിക്കാരെ കണ്ടപ്പോൾ അവരുടെ വിഷമങ്ങളും അവരുടെ സന്തോഷങ്ങളൊക്കെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് അവരെ സഹായിക്കാനുള്ള ഒരു മനസ്സ് എനിക്ക്. ഈ കഴിഞ്ഞ വർഷം മികച്ച അവാർഡ് കിട്ടിയ ഗ്രേസി ചേച്ചിക്ക് എത്രത്തോളം സന്തോഷം ഉണ്ടായി? ഇതിന് മുൻപ് എല്ലാ അവാർഡും ചേച്ചിക്ക് കിട്ടിയിട്ടുണ്ടോ? എനിക്ക് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് എനിക്ക് അവാർഡ് കിട്ടിയത്. വളരെ സന്തോഷമായി എനിക്ക്. പിന്നെ എന്തെന്നല്ലാത്ത സന്തോഷം എന്ന് പറഞ്ഞ പോലെയായി. ഇതുവരെ എനിക്ക് അവാർഡൊന്നും കിട്ടിയിട്ടില്ല. ചേച്ചി നമ്മുടെ ഈ ഗ്രൂപ്പിലേക്ക് വന്നതിന് ശേഷം സന്തോഷം കൂടുകയാണോ കുറയാണോ ചെയ്തേക്കണേ? എനിക്ക് ഏറ്റവും കൂടുതലാണ് ഉണ്ടായിട്ടുള്ളത്. എന്ന് വെച്ചാൽ ഞാൻ ഒറ്റപ്പെട്ട പോലെ ആയിരുന്നു. ഇപ്പോൾ ഇതിൽ വന്നപ്പോൾ എല്ലാവരെയും കാണുകയും സംസാരിക്കുകയും ചെയ്തപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷം. എനിക്ക് ആരുമില്ല എന്നുള്ള എനിക്ക് എല്ലാവരും ഉണ്ടെന്നുള്ളൊരു സന്തോഷം എനിക്കുണ്ടായിരുന്നു. ചേച്ചി നമ്മുടെ ഈ ദർശനയിൽ നിന്ന് വിമാനയാത്രയ്ക്ക് പോയിരുന്നല്ലോ. അപ്പൊ ചേച്ചിക്ക് അതിനെ കുറിച്ച് എന്തൊക്കെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ളത്, സന്തോഷം ഒക്കെ പറയാമോ? എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ പ്ലെയിനിൽ പോയത്. എനിക്ക് വളരെ സന്തോഷമായിരുന്നു. ചേച്ചി നമ്മുടെ ഈ അവർ ലേഡി ഓഫ് സോറോസ് ഗ്രൂപ്പിലേക്ക് വരുന്നതിന് മുൻപ് വേറെ എന്തെങ്കിലും പ്രവർത്തനങ്ങൾക്ക് പോകാറുണ്ടോ? പോവാറുണ്ട്. പിന്നെ എല്ലാവരെയും സഹായിക്കാൻ, അടുത്തുള്ള വീടുകളിലും എല്ലാവരും സഹായിക്കാനായിട്ട് ഞാൻ പോവാറുണ്ട്. ദർശനയുടെ ഒരുപാട് പ്രവർത്തികൾക്കൊക്കെ വരുന്ന ചേച്ചിക്ക് ദർശനയെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ദർശനയിൽ വന്നപ്പോൾ എനിക്ക് വളരെ സന്തോഷമായി. ഞാൻ തീരെ അധികം ആരോടും സംസാരിക്കാനോ ഇടപഴകാനോ പോയിട്ടില്ല. ഞാൻ ഈ ദർശനയിൽ വന്നതിന് ശേഷമാണ് എനിക്ക് കൂടുതൽ സന്തോഷം വന്നത്. എല്ലാവരായിട്ടും സംസാരിക്കാനും നമ്മുടെ വിഷമങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് പങ്കുവയ്ക്കാനും അവർക്ക് വേണ്ടി, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും അവരെ സഹായിക്കാനും എല്ലാം എനിക്ക് വളരെ സന്തോഷമായി. ദർശന സമൂഹത്തിന് പുതിയ തലമുറയ്ക്ക് വേണ്ടി എന്തെങ്കിലും നല്ലൊരു സന്ദേശം ചേച്ചിയുടെ ഭാഗത്തുനിന്ന് പറയാൻ പറ്റുമോ? മറ്റുള്ളവരെ സഹായിക്കുവാനും മറ്റുള്ളവർക്ക് സ്നേഹിക്കുവാനും പരസ്പരം ക്ഷമിക്കുവാനും ഉള്ള സന്ദേശമാണ് എനിക്ക് പറയാനുള്ളത്. ഇത്രയും നേരം നമുക്ക് വേണ്ടി സമയം കണ്ടെത്തി നമുക്ക് വേണ്ടി സംസാരിച്ച ഗ്രേസി ചേച്ചിക്ക് ഒരുപാട് നന്ദി. 1000 ജന്മദിനാശംസകൾ നേർന്നുകൊള്ളുന്നു. താങ്ക് യു. ഇത്ര നേരം നമ്മളെ ശ്രമിച്ച പ്രേക്ഷകർക്ക് ഒത്തിരി നന്ദി. ഗ്രേസി ചേച്ചി പറഞ്ഞ സന്ദേശം നമ്മൾക്ക് എല്ലാവരിലും എത്തിക്കാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞ് ഞാൻ നിർത്തുന്നു. നമസ്കാരം.